നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. KVVES പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കരുത്ത് ഏറെ പ്രചോദനമാണെന്നും രാജു അപ്സര. ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2026-28 വർഷത്തേക്കുള്ള ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിനെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങളാണെന്ന് FSCTO. സ്ഥലമാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSCTO. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലമാറ്റ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് FSCTO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തിയെന്ന് മനസ്സിലാകാതെ അവതരിപ്പിച്ച ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടൂർ. BMS വല്ലപ്പുഴ മങ്കര പഞ്ചായത്ത് സമ്മേളനങ്ങൾ ചേർന്നു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്നും ആവശ്യം. ഭക്തി നിർവൃതിയോടെ പാലക്കാട് പിരായിരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വാദ്യപെരുമയേറിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാ അന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. വാർത്തകൾ വിശദമായി. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. KVVES പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും 2026-28 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും 2026-28 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും തിങ്കളാഴ്ച കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സർക്കാരും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു തുറന്ന പുസ്തകം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുറന്ന പുസ്തകം പോലെ. എന്നെ സംബന്ധിച്ചിടത്തോളം 100% വ്യാപാരി സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരു കാര്യത്തിനും എൻ്റെ പ്രവർത്തനം ഉണ്ടാകില്ല. എൻ്റെ വ്യക്തിപരമായിട്ടാണെങ്കിലും സംഘടനപരമായിട്ടാണെങ്കിലും ഈ സംഘടനയിലെ എൻ്റെ ആണെങ്കിലും സംസ്ഥാന ഭാരവാഹിയാണ് ശ്രീ ബാബു കോട്ടയിലടക്കമുള്ള മുഴുവൻ ആളുകളും ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ KV അബ്ദുൽ ഹമീദ്, S. ദേവരാജൻ, MK തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, K. അഹമ്മദ് ഷെരീഫ്, സണ്ണി പൈമ്പിളിൽ, ബാബു ഹാജി, വിജയൻ, ധനേഷ് ചന്ദ്രൻ, ജോജിൻ T. ജോയ്, V. സബിൻ രാജ്, സലീം രാമനാട്ടുകര, M. കുഞ്ഞുമുഹമ്മദ്, ജോസ് ബാലരാമ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് സ്വാഗതവും ജില്ലാ ട്രഷറർ KK ഹരിദാസ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ ദേവസ്യ മേച്ചേരിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. 2026-28 വർഷത്തെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി ബാബു കോട്ടയിലിനെ ജില്ലാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറിയായി KA ഹമീദ്, ജില്ലാ ട്രഷറായി KK ഹരിദാസ് തുടങ്ങിയ അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ചെറുകിട വ്യാപാരികളുടെ ലൈസൻസ് നടപടിക്രമങ്ങൾ ഉദാരമാക്കുക, ലൈസൻസ് ഫീസുകൾ ഒഴിവാക്കുക, K-സ്മാർട്ടിലൂടെ ലൈസൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുക, ഹരിതകർമ്മസേന ഫീസുകൾ, തൊഴിൽ നികുതി എന്നിവ ഒഴിവാക്കി വ്യാപാരികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും നിയമക്കുരുകൾ ഒഴിവാക്കുകയും വേണമെന്ന് കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങളാണെന്നും സ്ഥലമാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSCTO. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ പറഞ്ഞു. FSCTO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണ്. യോഗ്യതയുള്ളവരെ അപ്രധാന തസ്തികയിലേക്കാണ് സ്ഥലം മാറ്റുന്നത്.
മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് സ്ഥലം മാറ്റമെന്നും മേരി സിൽവസ്റ്റർ പറഞ്ഞു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ തരം താഴ്ത്തലും നടക്കുകയാണ്. ഇത് വെച്ചുപൊറുപ്പിക്കില്ല. മാനദണ്ഡങ്ങൾ തെറ്റിച്ചുള്ള രാഷ്ട്രീയ പ്രതികാര നടപടിക്കെതിരെ FSCTO ശക്തമായ സമരം തുടരുമെന്നും മേരി സിൽവസ്റ്റർ പറഞ്ഞു. മാറ്റും, പകരം ലൈസൺ ഓഫീസറായി നിങ്ങളെ നിയമിക്കും, താഴെയുള്ള തസ്തികയിലേക്ക് നിയമിക്കും. എവിടെയും കേൾവിയില്ലാത്ത തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്നൊരു പ്രതിഷേധം കൊണ്ട് നമ്മൾ തീരുന്നില്ല. ഇനിയും നാളെയും പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. FSCTOയുടെ ഭാഗമായി ഇനി പ്രതിഷേധം നാളെ നടത്തുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളും പ്രതിഷേധങ്ങൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. KSA ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ KGOA സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്തലവി, കൃഷ്ണനുണ്ണി, P രമേശ്, ഉല്ലാസ്, KP ബിന്ദു എന്നിവർ സംസാരിച്ചു. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലമാറ്റ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് FSCTO പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന് BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തിയെന്നും മനസ്സിലാക്കാതെ അവതരിപ്പിച്ച ഈ ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടൂർ പറഞ്ഞു. BMS വല്ലപ്പുഴ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ തൊഴിലാളികളുടെ 15 മാസത്തെ കുടിശ്ശിക പെൻഷൻ അനുവദിച്ചു നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളി മുന്നേറ്റ പ്രക്ഷോഭം നടത്താൻ BMS നിർബന്ധിതമാകുമെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ജയരാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് P വിജയൻ സമാരോഹ് പ്രഭാഷണം നടത്തി. AV ചന്ദ്രബാബു, V സതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്ന് BMS മങ്കര പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ ഉപാധ്യക്ഷൻ ഗിരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു മുസ്ലിമായ ഒരു ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവരവരെ രജിസ്റ്റർ എടുത്ത് പരിശോധിക്കും. അവർ ആ പള്ളിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ മാത്രമേ അടക്കാൻ പറ്റുള്ളൂ ബോഡി അവിടെ മറവ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംഗതികളെല്ലാം. കൃത്യമായി മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് നോക്കി ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ BMS അതിൽ നിന്ന് വ്യത്യസ്തമാണ്. BMS കുടുംബ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ഏറ്റവും അവന്റെ ഈ ഇരിക്കുന്ന ആളുകൾ ആരും നിങ്ങൾ പണം കൊടുത്തിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഈ ഇരിക്കുന്ന ആളുകൾ ആരും, ഇപ്പൊ ഞാൻ പൂക്കോട്ടുകാവ് എന്ന് പറയുന്ന CPM-ന് അത്രയും വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ സമ്പർക്കത്തിന് പോയി. അവിടെ ചെന്ന സമയത്ത് അവിടെ തൊഴിലാളികൾ ഒരുപാട് CIT-യിൽ അംഗങ്ങളായിരുന്ന തൊഴിലാളികൾ, അതിലൊരു CIT-ന്റെ നേതാവ്, ഒരു സ്ത്രീ, അവര് ആരുടെ കൂടെ പോയി. അവര് പോയ സമയത്ത് അവൾ ആ ബുക്കും കൊണ്ടുപോയി. അതുകൊണ്ട് ആ നാട്ടിൽ ഒരാൾക്കും എന്തില്ല, ക്ഷേമനിധി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാരും BMS നിങ്ങളുടെ ക്ഷേമനിധി ബുക്ക് ഒരാളും ഒരു നേതാവിന്റെയും കയ്യിലല്ല കൊടുക്കുന്നത്. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം നമ്മൾ തൊഴിലാളിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കും, ഇല്ലേ? ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യോഗാചാര്യൻ KK വിശ്വനാഥൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മേഖലാ സെക്രട്ടറി KR രാജൻ, KV ശിവദാസൻ, കുഞ്ചുണ്ണി, KA ബാലകൃഷ്ണൻ, KR രമ്യ, വാർഡംഗം സുനീഷ്, ഭരതക്കാട്, ജിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിറപ്പൊലിമ ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി കൃഷി നടീൽ ഉത്സവം തിങ്കളാഴ്ച നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നിറപ്പൊലിമ ഓണത്തിനൊരു മുറം ചെണ്ടുമല്ലി കൃഷി നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്താൻ മുൻപിൽ വന്ന തയ്യാറായ പ്രവൃത്തിയും അതുപോലെ തന്നെ ആ കുടുംബശ്രീ നിറപ്പൊലിമ കുടുംബശ്രീ അംഗങ്ങളെയും ഗ്രാമം വളരെ നല്ല കാര്യമാണ്. CDS ചെയർപേഴ്സൺ PC സുമ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJ നജീബ്, വൈസ് ചെയർപേഴ്സൺ ബൾക്കീസ്, ലത, മിനി, ഷാഹിദ, വിശാലാക്ഷി, തേജസ്, പ്രഭിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി 9-ാം വാർഡിൽ മെമ്പറുടെയും ഒറ്റപ്പാലം ഐകെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് 9-ാം വാർഡംഗം രതീഷ് പരുത്തിപ്പുല്ലുടെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലം ഐകെയർ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്
അബു താഹിർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് ഈ നാട്ടിലെ നാട്ടുകാരെ സേവിക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് നമ്മുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഐക്യ ഒറ്റപ്പാലത്തെ ഹോസ്പിറ്റൽ ആളുകൾ മറ്റ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിൽ തൊട്ട് പരുത്തിപ്പള്ളി ശ്രീ ശബരി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടി. വാർഡിലെ ആശാവർക്കർ ഭാനുരേഖ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭക്തി നിർവൃതിയോടെ പാലക്കാട് പിരായേരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാദ്യപെരുമയേറ്റിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാ അന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പിന്നീട് നിർമ്മാല്യ ദർശനവും വാകചാർത്തും അഭിഷേകവും ഭക്തജനങ്ങൾ കൺനിറയെ കണ്ടുതൊഴുത് ഭക്തി സായുജ്യമടഞ്ഞു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 10 മണിയോടുകൂടി സജീവമാരാരും സംഘവും അവതരിപ്പിച്ച മേളത്തിന് തുടക്കമായി. പതിനൊന്നുമണിയോടെ ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി തെക്കിനിയടത്ത് മന കൃഷ്ണൻ നമ്പൂതിരി അന്നദാനത്തിന് പൂജയോടുകൂടി തുടക്കം കുറിച്ചു. 3 മണിക്കൂർ നീണ്ടുന്ന അന്നദാനം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സമാപിച്ചു. വൈകിട്ട് മഹാദീപാരാധനയും നാടൻപാട്ടുകളുടെ ചേലുമായി പാലക്കാട് പാട്ടുഗ്രഹത്തിന്റെ അതിഗംഭീരം നാടൻപാട്ടും ഉണ്ടായിരുന്നു. ഈ മാസം 11 ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തിനു കൂടിയാണ് ഇതോടുകൂടി സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി തോട്ടുമുക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം TK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VC ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. TS മൊയ്തീൻകുട്ടി, TS കാസിം, ഉണ്ണീഷൻ INTUC, B വാസു, V പത്മമോഹൻ, PM ഷാജി, TK സമദ്, R രാഗേഷ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ലളിത രാമദാസ് സ്വാഗതവും അഷറഫ് തോട്ടുമുക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVES സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. KVVES പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കരുത്ത് ഏറെ പ്രചോദനമാണെന്നും രാജു അപ്സര. ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2026-28 വർഷത്തേക്കുള്ള ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിനെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങളാണെന്ന് FSCTO. സ്ഥലമാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSCTO. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലമാറ്റ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് FSCTO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തിയെന്ന് മനസ്സിലാകാതെ അവതരിപ്പിച്ച ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടൂർ. BMS വല്ലപ്പുഴ മങ്കര പഞ്ചായത്ത് സമ്മേളനങ്ങൾ ചേർന്നു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്നും ആവശ്യം. ഭക്തി നിർവൃതിയോടെ പാലക്കാട് പിരായേരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വാദ്യപെരുമയേറിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാ അന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.